നമസ്കാരം. സർവേശ്വരകാരകനായ വ്യാഴം 2025 മെയ് 15 വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ എടവം രാശിയിൽ നിന്ന് ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് കടക്കുകയാണ്. തുടർന്ന് വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ച ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന 15 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോ. അതിനർത്ഥം മറ്റു നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങളാണ് മുഴുവൻ വന്നു ചേരുന്നതെന്ന് അർത്ഥമാക്കേണ്ടതില്ല. ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം, അപഹാരം, ഛിദ്രം, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, പ്രായം, മനോഭാവം ഇവ കൊണ്ടൊക്കെ ഫലാനുഭവങ്ങളിൽ ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം. വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നവർക്ക് മറ്റു ഗ്രഹങ്ങൾ പ്രതികൂലമായ സ്ഥാനത്ത് നിന്നാലും ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ വിശ്വാസികൾ ഗൗരവത്തോടെ പരിശോധിക്കുന്നത്. ഇനി വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന രാശികളും നക്ഷത്രങ്ങളും പരിശോധിച്ചാൽ ആദ്യത്തേത് എടവം രാശിയാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യ 2 പാദങ്ങൾ ഉൾപ്പെടുന്ന എടവക്കൂറുകാർക്ക് വ്യാഴം ധനസ്ഥാനമായ മിഥുനം രാശിയിലേക്കാണ് പകരുന്നത്. ചാരവശാൽ വ്യാഴം ഏറ്റവും മികച്ച ഫലം നൽകുന്ന ഭാവമാണ് 2ാം ഭാവം. വിവിധ മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകും. മികച്ച ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. മനഃപ്രസാദം വർദ്ധിക്കും. പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ പരിശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസം ലഭിക്കും. പ്രായമായവർക്ക് ആരോഗ്യവും സ്വാസ്ഥ്യവും അനുഭവപ്പെടും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. സന്താനലബ്ധി ഉണ്ടാകും. വിവാഹപ്രായമായ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല ബന്ധങ്ങൾ വന്നു ചേരും. ഇടവം രാശിക്കാർ ആത്മവിശ്വാസത്തോടെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ഒരു അറുതി വന്നു എന്ന് ഉറപ്പിക്കാം. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ വഴികൾ വെട്ടിത്തുറക്കും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരമാകും. മനഃശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന ആശങ്കകളും കഷ്ടതകളും അകന്ന് കർമ്മരംഗം ശോഭനമാകും. പദവികളിൽ ഉയർച്ചയുണ്ടാകും. ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞ് ബന്ധം ഊഷ്മളമാകും. നല്ല സുഹൃത്ത് ബന്ധങ്ങളും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും. പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യം വിളയാടും. സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നിറവേറ്റാനാകും. ചിത്തിരയുടെ അവസാന 2 പാദങ്ങൾ, ചോതി, വിശാഖം 2, 3, 4 പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം സർവാഭിഷ്ടസ്ഥാനമായ 9ാം ഭാവത്തിലേക്കാണ് പകരുന്നത്. കുറേ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും അവസാനമാകും. നിലച്ചിരിക്കാതെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വരുമാനത്തിൽ ശ്രദ്ധേയ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സിൽ അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർ ഇവർക്കൊക്കെ നിലവിലെ തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ മാറി പുരോഗതി ദൃശ്യമാകും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരും. സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകും. രോഗമുക്തി ഉണ്ടാകും. ആരോഗ്യവും മനസ്സന്തോഷവും വന്നു ചേരും. ഇനി മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനുരാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്കാണ്
പ്രവേശിക്കുന്നത്. മാത്രമല്ല ധനുരാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം കൂടിയായതിനാൽ മികച്ച ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും. ഗൃഹം നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ അവസരമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് വിജയകരമാക്കും. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും. സാമ്പത്തിക നില ഭദ്രമാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും. ഭാഗ്യക്കുറി, ഊഹക്കച്ചവടം ഇവയിലൂടെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശാരീരികമായും മാനസികമായും ഒരു പുത്തൻ ഉണർവ് ദൃശ്യമാകും. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കാനാകും. സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കും. അതിലൂടെ ബഹുമാനിതരാകും. ഇനി അവിട്ടം അവസാന 2 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴം 5-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂർവപുണ്യസ്ഥാനമായ 5-ാം ഭാവത്തിലെ വ്യാഴസ്ഥിതി കൊണ്ട് കുംഭക്കൂറുകാർക്ക് 1 വർഷക്കാലം ഈശ്വരാനുഗ്രഹം കൊണ്ട് സർവാഭിഷ്ടങ്ങളും സൗഭാഗ്യങ്ങളും സാധിതമാകും. മനപീഡകൾ ഒഴിയും. ബുദ്ധിക്ക് തെളിച്ചവും ചിന്തകൾക്ക് മൂർച്ചയുമുണ്ടാകും. പ്രവൃത്തികളിൽ ഊർജ്ജസ്വലത പ്രകടമാക്കും. മനസ്സിൽ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പലതും സഫലമാക്കാൻ കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടും. ആഡംബര വസ്തുക്കൾ കൈവശം വന്നു ചേരാനും അതിലൂടെ ജീവിതാസ്വാദനത്തിനും അവസരമൊരുങ്ങും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് നേടാനാകും. ഉപരിപഠനത്തിന് അവസരമുണ്ടാകും. രോഗങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് സ്വസ്ഥത കൈവരിക്കാനാകും. എല്ലാ രംഗത്തും ഒരു പുത്തൻ ഉണർവ് ദൃശ്യമാകും. വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയാണ് ആശ്രയിക്കേണ്ടത്. ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഈ കാലയളവിൽ നടത്തുന്നതോടൊപ്പം കുടുംബ പരദേവതാ ക്ഷേത്രത്തിലും നവഗ്രഹ സങ്കേതങ്ങളിലും ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുക. അവരവരുടെ നക്ഷത്ര ദേവതാമന്ത്രം ദിവസേന രാവിലെ ജപിക്കുക. ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.